ഇന്നത്തെ വീഡിയോ ഒരു സാധാരണ തൊടുകുറിയല്ല. ഇത് നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അതിശക്തമായ എനർജി റീഡിംഗ് ആണ്. ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾക്ക് തന്നെ നമ്മളെ മനസ്സിലാകാതെ പോകും. പുറമേ എല്ലാം നന്നായി പോകുന്നുവെന്ന് തോന്നിച്ചാലും ഉള്ളിൽ ഒരു ശൂന്യത, ഒരു മറുപടി കിട്ടാത്ത സങ്കടം, ഒരുപാട് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും ആരുമില്ലെന്നൊരു തോന്നൽ. ചിലർക്കത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചിലർക്കത് കുടുംബ പ്രശ്നങ്ങൾ, ചിലർക്കത് മനസ്സിലാക്കപ്പെടാത്ത സ്നേഹം, മറ്റു ചിലർക്ക് ജീവിതത്തിൽ എപ്പോഴാണ് ഭാഗ്യം തിരിഞ്ഞു നോക്കുക എന്നുള്ള കാത്തിരിപ്പ്. നമസ്കാരം, മിസ്റ്റിക് ഇതിഹാസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷെ സത്യത്തിൽ നമ്മുടെ മനസ്സ് ഒരിക്കലും തെറ്റായ വഴിയിലേക്ക് നമ്മളെ നയിക്കാറില്ല. ചില വസ്തുക്കളോടും ചില നിറങ്ങളോടും ചില ചിഹ്നങ്ങളോടും നമുക്കുണ്ടാകുന്ന ആകർഷണം പോലും നമ്മുടെ ജീവിതം എനർജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ രണ്ട് വിശേഷപ്പെട്ട കുടങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഐശ്വര്യവും രാജയോഗവും സൂചിപ്പിക്കുന്ന സ്വർണ്ണക്കുടം. രണ്ടാമത്തേത് ശാന്തതയും രഹസ്യശക്തിയും സൂചിപ്പിക്കുന്ന വെള്ളിക്കുടം. ഈ രണ്ട് കുടങ്ങളിൽ ഒന്നു മാത്രം നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുക്കും. നിങ്ങൾ ആലോചിച്ച് തിരഞ്ഞെടുക്കേണ്ടതില്ല. ആദ്യം നോട്ടത്തിൽ തന്നെ നിങ്ങളുടെ കണ്ണ് ഏത് കുടത്തിലേക്കാണോ ആകർഷിക്കപ്പെടുന്നത്, അതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് നൽകുന്ന ദൈവിക സൂചന. അതുകൊണ്ട് ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക, ഒരു ദീർഘശ്വാസം എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വിഷമം ഓർക്കുക. ഇനി പതിയെ കണ്ണുകൾ തുറക്കുക. ഈ രണ്ട് കുടങ്ങളിലേക്കും നോക്കുക. സ്വർണ്ണക്കുടം, വെള്ളിക്കുടം. ഇതിൽ നിങ്ങളുടെ മനസ്സ് ഏത് കുടത്തിലേക്കാണോ ആകർഷിക്കപ്പെടുന്നത് ആ കുടം തന്നെ തിരഞ്ഞെടുക്കുക. കാരണം ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ കുടം നിങ്ങളുടെ കഴിഞ്ഞകാല വേദനകൾ, ഇപ്പോഴത്തെ ജീവിത സാഹചര്യം, നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകളുടെ യഥാർത്ഥ സ്വഭാവം, അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ, ഇതെല്ലാം തുറന്നു പറയാനിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഇതിൽ നിന്നും ഒരു കുടം നിങ്ങൾ തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള സ്വർണ്ണക്കുടം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ തൊടുകുറി ഫലങ്ങളാണ് പറയുവാൻ പോകുന്നത്. നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും അതുപോലെ തന്നെ മൈനസ് പോയിന്റും നിങ്ങൾ മറ്റുള്ളവരെ എളുപ്പത്തിൽ വിശ്വസിക്കുന്നു എന്നതാണ്. വളരെ പെട്ടെന്ന് ആളുകളുമായി അടുക്കുന്നു. മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹവും കരുണയും കാണിക്കുന്ന പ്രകൃതമാണ് നിങ്ങളുടേത്. നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും മാനസികമായ വലിയ സംഘർഷങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതുമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷവും സമയവും മാറ്റിവെച്ച് ഒരു ഭൂതകാലമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. സുഹൃത്തുക്കൾക്കായാലും ബന്ധുക്കൾക്കായാലും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് ഓടിച്ചെല്ലുന്ന ആദ്യത്തെ ആൾ നിങ്ങളായിരിക്കും. നിങ്ങളുടെ 100% നിങ്ങൾ അവർക്ക് നൽകും. പക്ഷേ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സങ്കടം വന്നപ്പോൾ ഒന്ന് ചേർത്തു പിടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അന്ന് നിങ്ങൾ സഹായിച്ച ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു വലിയ തിരിച്ചറിവ് ഈ അടുത്ത കാലത്തായി നിങ്ങൾക്ക് ഉണ്ടായിട്ടുമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ഈ നന്മയും നിഷ്കളങ്കതയും ആളുകൾ ചൂഷണം ചെയ്യുകയാണ് കൂടുതലും ചെയ്തിട്ടുള്ളതും. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് വലിയ വേദനകൾ നിങ്ങൾ ഉള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ട് നടന്നിട്ടുമുണ്ട്. കുടുംബത്തിനു വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ പലതും നിങ്ങൾ ബലികഴിച്ചു. എത്രയൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും കൂടെയുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതൊന്നും ആരും അംഗീകരിച്ചു തന്നിട്ടുമില്ല എന്നൊരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. സാമ്പത്തികമായി നോക്കിയാലും പലപ്പോഴും കയ്യിൽ പണം വരും, പക്ഷെ അതെങ്ങനെ ചിലവായി പോയി എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുമുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ പോയി സ്വന്തം കയ്യിൽ കാശ് നഷ്ടപ്പെട്ട അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ശരിയായ ഒരു അംഗീകാരമോ ഒരു സ്ഥാനമോ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു ഏകാന്തതയും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്തയും നിങ്ങളെ അലട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഇനി നിങ്ങളുടെ ഭാവി ഫലങ്ങളിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്
വന്നെത്തിയിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരും ഒരു വിരാമം കുറിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ജോലിയിൽ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ഇതുവരെ നിങ്ങളുടെ കഴിവുകളെ വില കുറച്ച് കണ്ടവർ നിങ്ങളുടെ വളർച്ച കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു സമയം വരും. സാമ്പത്തികമായി നിലനിന്നിരുന്ന വലിയ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ലഭിക്കുവാൻ പോവുകയാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും. നിങ്ങൾക്ക് അർഹതപ്പെട്ട എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. മാനസികമായി നിങ്ങളെ തളർത്തിയിരുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സ്വയം ഒഴിഞ്ഞുപോകും. അത് നിങ്ങൾക്ക് വലിയൊരു സമാധാനം നൽകുന്നതാണ്. എങ്കിലും ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇനിയും ആളുകളെ അന്ധമായി വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ മാറ്റിയേ തീരൂ. എല്ലാവരും നിങ്ങളെപ്പോലെ സ്നേഹം തിരിച്ചു തരുന്നവരല്ല എന്ന് നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിലെ രഹസ്യങ്ങളും നിങ്ങളുടെ ഭാവി പ്ലാനുകളും എല്ലാവരോടും പങ്കുവെക്കുന്ന ശീലം നിങ്ങൾ പൂർണ്ണമായി മാറ്റേണ്ടതാണ്. കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതിനു ശേഷം മാത്രം അത് മറ്റുള്ളവരെ അറിയിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങളോട് സഹായം ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. അല്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ നിങ്ങൾ ശീലിക്കുക. നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അമിതമായ ടെൻഷൻ കാരണം ഉറക്കമില്ലായ്മയോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ചിന്താരീതിയിൽ വരുത്തേണ്ട മാറ്റമാണ്. എനിക്കൊന്നിനും കഴിയില്ല, എൻ്റെ തലവര ഇതാണ് എന്ന ചിന്ത ആദ്യം നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം ഒന്നുകൂടി തിരികെ കൊണ്ടുവരിക. നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ തലയുയർത്തി ജീവിച്ച് കാണിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായും സാധിക്കും. ഒരുപാട് സ്നേഹം നിറഞ്ഞ ഹൃദയമാണ് നിങ്ങളുടേത്. അത് അർഹിക്കുന്നവർക്ക് മാത്രം നൽകാനാണ് നിങ്ങൾ ഇനിയുള്ള കാലം ശ്രമിക്കേണ്ടത്. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതം ഇനി മാറിമറിയാൻ പോവുകയാണ്. അതിനായി നിങ്ങൾ നിങ്ങളെ തന്നെ മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കുകയാണ് ഇനി വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള വെള്ളിക്കുടം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലമാണ് പറയുവാൻ പോകുന്നത്. ഈ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. നിങ്ങൾ എപ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആരുടെ മുൻപിൽ കൈനീട്ടാനോ ആരെയും അമിതമായി ആശ്രയിക്കാനോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങൾ വളരെ നിഗൂഢമായ ഒരു വ്യക്തിയായി തോന്നും. എല്ലാവരോടും എളുപ്പത്തിൽ ചിരിച്ച് സംസാരിക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ വിഷമങ്ങളോ നിങ്ങളുടെ ലക്ഷ്യങ്ങളോ വളരെ അടുത്ത ഒന്നോ രണ്ടു പേരോട് മാത്രമേ നിങ്ങൾ പങ്കുവെക്കുവാറുള്ളൂ. വളരെ കൃത്യമായ ആളുകളെ നിരീക്ഷിക്കുവാനും അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ജന്മനാ തന്നെയുണ്ട്. നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം എടുത്തു നോക്കിയാൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ വേദനകളും കിട്ടിയിട്ടുമുണ്ട്. പലപ്പോഴും നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെ പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവർ വളരെ നെഗറ്റീവായി എടുക്കുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ പലതവണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം ആരോടുമൊന്നും വിശദീകരിക്കാൻ നിങ്ങൾ പോകാറില്ല. ഒരുപാട് വലിയ സ്വപ്നങ്ങളുള്ള ആളുകളുമാണ്. അതിനുവേണ്ടി രാപകലില്ലാതെ പരിശ്രമിച്ചിട്ടും പലപ്പോഴും ഭാഗ്യം നിങ്ങളെ കടാക്ഷിച്ചിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുമുണ്ട്. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ കാരണം പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച മേഖലയിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല. ചിലപ്പോഴൊക്കെ ചുറ്റും ആളുകൾ ഉണ്ടെങ്കിലും ആരും എനിക്കില്ലല്ലോ എന്നൊരു വല്ലാത്ത ശൂന്യത നിങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. പഴയതുപോലെ എല്ലാത്തിനും സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ കാലം നിങ്ങളെ അങ്ങനെയാക്കി മാറ്റിയിരിക്കുന്നു. ആളുകളുടെ തനിനിറം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ വളരെ ചെറുതാക്കി ആരുടെയും ശല്യമില്ലാതെ വളരെ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളത്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ഈ സ്വതന്ത്രമായ ചിന്താഗതി തന്നെയാണ് നിങ്ങളെ വലിയ ഉയരങ്ങളിൽ എത്തിക്കാൻ പോകുന്നത്.
സാമ്പത്തികമായി വളരെ വലിയ നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് വീണ്ടും തുടങ്ങുവാൻ അതിൽ വലിയ വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട്. കരിയറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മികച്ച അവസരങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സ്വന്തം കാലിൽ നിൽക്കുവാനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാനും നിങ്ങൾക്ക് പൂർണ്ണമായും സാധിക്കും. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓവർ തിങ്ക് അഥവാ നിങ്ങളുടെ അമിതമായ ചിന്തയാണ്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ചു കൂട്ടി നിങ്ങളുടെ സമാധാനം കളയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ചില പിടിവാശികൾ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുമെങ്കിലും ചില സാഹചര്യങ്ങളിൽ പല നല്ല ബന്ധങ്ങളെയും അത് നിങ്ങളിൽ നിന്നും അകറ്റുവാൻ കാരണമാകും. ചില സമയങ്ങളിലെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടി നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. ആരോടും ഒന്നും തുറന്നു പറയാതെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് മാനസികമായ സമ്മർദ്ദം കൂട്ടുകയുള്ളൂ. വിശ്വസിക്കാൻ പറ്റുന്നവരോട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നത് ഒരു പരിധിവരെ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ്. നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ആത്മവിശ്വാസവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഇത് രണ്ടും ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യവും നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളെ മനസ്സിലാക്കാത്തവരെ പറ്റി ഓർത്ത് വെറുതെ സമയം കളയേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളെ മാറ്റി നിർത്തിയവർ തന്നെ നിങ്ങളെ തേടി വരുന്ന ഒരു കാലം അതിവിദൂരമല്ല. ഒരു പുതിയ തുടക്കത്തിനായി നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെയെല്ലാം വലിച്ചെറിഞ്ഞ് സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് ധൈര്യമായി മുന്നോട്ട് പോവുക. വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള വെള്ളിക്കുടം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാനായി ആഗ്രഹിച്ചത്. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.